നമസ്കാരം. ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം. ഇടുക്കിയിൽ വീണ്ടും വൻ ഭൂമി കയ്യേറ്റം. നെടുങ്കണ്ടം കൈലാസപ്പാറയിൽ 100 കണക്കിന് ഏക്കർ ഭൂമി സ്വകാര്യ വ്യക്തികൾ വേലികെട്ടി തിരിച്ചു. പാറപ്പുറം പോക്കും പുൽമേടുകളും പൂർണ്ണമായും കൈവശപ്പെടുത്തിയാണ് വിവിധ നിർമ്മാണങ്ങൾ നടക്കുന്നത്. NCC പരിശീലന കേന്ദ്രം മേഖലയിൽ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും പട്ടയ വിഷയങ്ങളെ തുടർന്ന് പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു. ഇടുക്കി ലൈവ് ന്യൂസ് എക്സ്ക്ലൂസീവ്. നെടുങ്കണ്ടം കൈലാസപ്പാറയിലെ ഒബ്സർവേറ്ററി മലനിരകൾ പൂർണ്ണമായും കയ്യേറിയാണ് വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. മലമുകളിലൂടെയുള്ള പാതയുടെ ഇരുവശത്തും വേലി നിർമ്മിച്ച് സ്വകാര്യ ഭൂമി എന്ന ബോർഡും സ്ഥാപിച്ചു. വേലിയുടെ ഇരുവശത്തും പാറപ്പുറംപോക്കും പുൽമേടുകളും നിറഞ്ഞ മേഖലയാണ്. സഹ്യപർവ്വത നിരയുടെ 4 വശത്തേക്കും ഉള്ള കാഴ്ചയും അതിവിശാലമായ ആകാശക്കാഴ്ചയും ലഭിക്കുന്ന മേഖലയുടെ ടൂറിസം സാധ്യതകൾ മുന്നിൽ കണ്ടാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അമൃത് കൈലാസ് വെൽനസ് വില്ലേജ് എന്ന ബോർഡും വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. മുൻപ് കൈലാസപ്പാറയിലെ ഏതാനും ഏക്കർ ഭൂമിയിൽ NCC കേഡറ്റ് പരിശീലന കേന്ദ്രം ആരംഭിക്കാൻ പദ്ധതി ഒരുക്കിയിരുന്നു. എന്നാൽ ഭൂമിയുടെ പട്ടയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ തുടർന്ന് പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു. നെടുങ്കണ്ടം ടൗണിൻ്റെ മുകൾ ഭാഗത്ത് ഏതാണ്ട് വടക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കൈലാസപ്പാറ മെട്ടിനോട് ചേർന്നുള്ള പ്രദേശങ്ങൾ മുമ്പ് ഇത് NCCക്ക് അനുവദിച്ച സ്ഥലമായിരുന്നുവെന്നും എന്നാൽ ഇതിൻ്റെ പട്ടയം അത് കൃത്രിമമായി ഉണ്ടാക്കിയതാണെന്നും വ്യാജ പട്ടയമാണ് എന്ന കാരണത്താൽ അത് റദ്ദാക്കുകയും ഈ സ്ഥലം ഇപ്പോൾ റവന്യൂ വകുപ്പിൻ്റെ കൈവശത്തിൽ ഇരിക്കുകയുമാണ്. ഇവിടെ ആർക്കെങ്കിലും പട്ടയം കൊടുത്തതായിട്ട് നമുക്ക് ആർക്കും അറിവില്ല. പട്ടയം ഉണ്ടെങ്കിൽ തന്നെയും വളരെ ചുരുങ്ങിയ അളവിൽ മാത്രമാണ്. ഇപ്പോൾ ടൂറിസത്തിൻ്റെ മറവിൽ വ്യാപകമായ രീതിയിൽ ഈ ഭൂമി കയ്യേറി വേലി നിർമ്മിച്ച് ചിലരൊക്കെ ഇത് കരസ്ഥമാക്കിയിരിക്കുകയാണ്. അതിർത്തിയിൽ സൈന്യം വേലി നിർമ്മിക്കുന്നത് പോലെയാണ് റോഡിന് ഇരുവശവും കെട്ടി അടച്ച്. ഒന്ന്, ഇത് പാറക്കൂട്ടങ്ങളാണ്, ഇക്കോളജിക്കലി വളരെ ഫ്രജൈലായ ലാൻഡാണ്. ഭൂമിശാസ്ത്രപരമായിട്ട് ഇത് നെടുങ്കണ്ടം ടൗണിൻ്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് അവിടെ നടക്കുന്ന ഏത് നിർമ്മാണവും അത് നെടുങ്കണ്ടം ടൗണിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒന്നാണ്. ഇവിടെ ദശാബ്ദങ്ങളായി നെടുങ്കണ്ടത്ത് കുടിയേറിയ ആളുകൾ അവർ സംരക്ഷിച്ചു വരുന്നത് കൈലാസപ്പാറ ക്ഷേത്രത്തോട് ചേർന്ന് വരുന്ന അതിൻ്റെ അടുത്ത് നിൽക്കുന്ന പുൽമേടുകളും പ്രദേശങ്ങളും ഒക്കെ ഒരു സംരക്ഷിത പ്രദേശമായിട്ടാണ് അത് സ്ഥിതി ചെയ്യുന്നത്. അത് മൊട്ടക്കുന്നുകൾ, പുൽമേടുകൾ. അപ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ ജലം സംഭരിക്കാനും ആ ജലം ഭൂമിക്കടിയിലേക്ക് ഊറി ഇറങ്ങാനും ഒക്കെയുള്ള പുൽമേടുകളാണ്. ടൗണിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളാണ്. അത് ആളുകൾ കുടിയേറുകയോ കൃഷി ചെയ്യുകയോ ഒന്നും ചെയ്യാതെ ദശാബ്ദങ്ങളായി സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങളാണ്. ആ പ്രദേശങ്ങളൊക്കെയാണ് ഇപ്പോൾ ടൂറിസത്തിൻ്റെ മറവിൽ ചിലർ കയ്യേറി. ഇത് ആരാണെന്ന് അറിയത്തില്ല, ആരാണ് അവിടെ നിർമ്മാണങ്ങൾ നടത്തുന്നത്, ആരാണ് ഈ വേലി കെട്ടുന്നത് ഒന്നും അറിയില്ല. അപ്പോൾ നെടുങ്കണ്ടം താലൂക്ക് ഓഫീസിൽ നിന്നും അല്ലെങ്കിൽ റവന്യൂ ഓഫീസുകളിൽ നിന്നും വിളിപ്പാട് അകലെ മാത്രമാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് അടിയന്തരമായി ഗവൺമെൻറ് ഈ കാര്യത്തിൽ ഇടപെട്ട്, പ്രത്യേകിച്ച് റവന്യൂ വകുപ്പ് ഈ കാര്യത്തിൽ ഇടപെട്ട് ഇത് ആരൊക്കെയാണ് അവിടെ വേലി കെട്ടി ഈ സ്ഥലം ഇപ്പോൾ കയ്യേറിയിരിക്കുന്നത്, എത്ര പേർക്ക് അവിടെ പട്ടയമുണ്ട്, പട്ടയമില്ലാത്ത സ്ഥലം അവിടെ എത്രയുണ്ട്, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായ ഒരു അന്വേഷണം നടത്തി സർക്കാരിൻ്റെ ഭൂമി സംരക്ഷിക്കപ്പെടണം. ഇപ്പോൾ ഇടുക്കി ജില്ലയിൽ വീണ്ടും കയ്യേറ്റ മാഫിയ പിടിമുറുക്കിയിരിക്കുന്നത് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അതിൽ ഇടതുപക്ഷത്തെ ചില കക്ഷികളുടെയും നേതാക്കളുടെയും ഒക്കെ പങ്കും കൂടി പുറത്തു വരേണ്ടതാണ്. നമ്മൾ ആദ്യം കാണുന്നത് ചൊക്രമുടിയിലായിരുന്നു. ചൊക്രമുടിയിൽ ഇടുക്കിയിൽ ഇന്നോളം നടന്നിട്ടില്ലാത്ത രീതിയിലുള്ള പാരിസ്ഥിതിക നാശമാണ് അവിടെ വരുത്തിയിരിക്കുന്നത്. അതിനെക്കുറിച്ച് IG കെ സേതുരാമൻ്റെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം വന്നു. ഇപ്പോൾ അതിൻ്റെ നടപടികൾ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞതാണ്. അതെല്ലാം അവസാനിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ പീരിമേടിൻ്റെ പല ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് പരുന്തുംപാറ പോലെയുള്ള പാഞ്ചാലിമട്ട് പോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ റവന്യൂ ഭൂമികൾ വ്യാപകമായ രീതിയിൽ കയ്യേറി
വേലി കെട്ടി പുതിയ നിർമ്മാണങ്ങൾ നടക്കുന്നത് ഇപ്പോൾ ഇടുക്കിയിൽ ഒരു 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 സ്ഥിരം നടപടിയായി മാറിയിരിക്കുകയാണ്. ഇവിടെ ബുദ്ധിമുട്ടിലാകുന്നത് യഥാർത്ഥ കൃഷിക്കാർ. കണക്കിന് ഭൂമിയും വേലി കെട്ടി തിരിച്ചാണ് നിലവിലെ കയ്യേറ്റം. നിരവധി സഞ്ചാരികൾ എത്തുന്ന മേഖല കൂടിയാണ് ഇവിടം. എന്നാൽ പുൽമേടുകളിലേക്കും വ്യൂ പോയിന്റുകളിലേക്കും സഞ്ചാരികൾക്ക് പ്രവേശിക്കാൻ ആവാത്ത വിധമാണ് വേലി സ്ഥാപിച്ചിരിക്കുന്നത്. ചൊക്രമുടിക്ക് സമാനമായ രീതിയിൽ അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള മലനിരകളെ പൂർണ്ണമായും കൈവശപ്പെടുത്തിയാണ് കൈലാസപ്പാറയിലും കയ്യേറ്റം നടന്നിരിക്കുന്നത്. എന്നാൽ ഉടുമ്പൻചോല താലൂക്ക് ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന നെടുങ്കണ്ടം ടൗണിനോട് ചേർന്ന് വൻ ഭൂമി കയ്യേറ്റം നടന്നിട്ടും റവന്യൂ വകുപ്പ് ഇതുവരെയും നടപടി സ്വീകരിച്ചിട്ടില്ല. ഇടുക്കി ലൈവ് ന്യൂസ്, നെടുങ്കണ്ടം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Inspired by the vision of Saint Kuriakos Elias Chavara, Carmel CMI Public School, Puliyanmala shines with 21 years of delivering educational excellence in the high ranges of Idukki. Here, your child will thrive with a harmonious blend of academic excellence with vibrant extracurricular activities, fostering growth, confidence, and social responsibility. Secure your child's bright future with CMI Education Legacy. Admissions are now open for the academic year 2025-26.